മൂന്നാറിലേക്ക് പോകുന്ന KSRTC എത്രയും പെട്ടെന്ന് സ്റ്റാർട്ടിംഗ് കൊണ്ടുവരാണ്. നിങ്ങൾ ഇത് വണ്ടി എടുത്തോണ്ട് പോകുന്നില്ലേ? എന്റെ പൊന്നു സുഹൃത്തെ, നിങ്ങൾ കിടന്ന് പിടയ്ക്കാതെ ഒരു 2 മിനിറ്റ് കൂടെ 2 മിനിറ്റും കൂടെ. ഈ 2 മിനിറ്റ് നിങ്ങൾ KSRTCക്കാർക്ക് എന്തോ ആവാന്ന് ഒരു ധാരണയുണ്ട്. ഇപ്പൊ 8:20 പോകേണ്ട മനസ്സാ, ഇപ്പൊ 8:30. അതൊക്കെ പറ. സംഭവം എന്നറിയോ, ഒറ്റ ഒരാളൂടെ കയറി കഴിഞ്ഞാൽ ഞങ്ങളുടെ വണ്ടി എടുക്കും. ഒരാളൂടെ കയറിയാൽ മതി. എന്റെ സുഹൃത്തെ, ആ റൂട്ടിലല്ലേ ഞങ്ങളും വരുന്നത്. ആ ആളെ ഞങ്ങൾ എടുത്തോണ്ട് വരാം. അത് ശരിയാവുള്ളല്ലോ. ഞങ്ങളുടെ കണ്ടക്ടർ നിങ്ങളുടെ വണ്ടിക്കകത്ത് കയറി ഞങ്ങളുടെ ബസ്സിനകത്ത് ആരാ ടിക്കറ്റ് എടുക്കുന്നത്? ഞങ്ങളുടെ ഡ്രൈവർ ഇങ്ങോട്ട് വരാത്തത് തന്റെ ഭാഗ്യം അറിയാമോ? ഞങ്ങൾ ഡ്രൈവറെ കുറിച്ച് മഹാ ചൂടനാ. അയാളെ വേറെ ഒറ്റക്കൊമ്പൻ രാജു. ബസ് ഡ്രൈവറാണോ പുള്ളി? ആനപ്പാപ്പാനാണോ? ആനപ്പാപ്പാനാണോ ബസ് ഡ്രൈവറാണോ എന്നൊക്കെ ഇങ്ങോട്ട് പുള്ളി വരട്ടെ. തീരുമാനം എന്നും ഇത് ഇങ്ങനെ ഇവിടെ KSRTCക്കാർ ഇങ്ങനെ കാണിച്ച ഞങ്ങൾ പ്രൈവറ്റുകാർ എന്ത് ചെയ്യും? അവർ ഇതുവരെ വണ്ടി എടുത്തോണ്ട് പോയില്ലെന്ന്. ഇതാണോ? അതാണ് ഒറ്റക്കൊമ്പൻ രാജു. ഞാനല്ല, അണ്ണ ശൗര്യം കാണിച്ചതാണ്. പേടിച്ചു പോയി. ഞാനോടത്ത് എന്റെ ശൗര്യമായിരിക്കും പോയെന്ന്. ഞാൻ അങ്ങനല്ല ഉദ്ദേശിച്ചത്. അതായത് ഞാൻ എന്റെ അണ്ണ ഇത് എന്നാ സംഭവം എന്നറിയോ? അതായത് ഞങ്ങൾ KSRTCയിൽ ഞങ്ങളിപ്പോൾ പുതിയൊരു സംഭവം ഉണ്ടല്ലോ, പെണ്ണുങ്ങളാണല്ലോ കണ്ടക്ടർ. അപ്പം പുതിയൊരു പെണ്ണ് വരുമെന്ന് പറഞ്ഞപ്പോ ഞാൻ ഈ റൂട്ടിൽ പുതിയതാ. KSRTCക്കാരുടെ ഒരു ഭാഗ്യം നോക്കണം, പെണ്ണുങ്ങളാണ് കണ്ടക്ടർ. എനിക്കാണ് കിട്ടിയൊരു കാണാൻ. ആദ്യമാണ് ഞാൻ ഈ റൂട്ടിൽ ആദ്യമായിട്ടാണ് പോണത്. 3-4 ട്രിപ്പ് ആയതുകൊണ്ട് ഞാൻ ആദ്യമായിട്ടാ. പുള്ളിക്കാരി ഇവിടെ ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ എന്നാലും ആ പുള്ളിക്കാരി ഒന്ന് വന്നിട്ട് 2 മിനിറ്റ് കഴിയുമ്പോൾ ഞങ്ങൾ വണ്ടി എടുത്തോണ്ട് പോകാം. നിൽക്കണം, അവരൊന്ന് വന്നിട്ടോ. വന്നു കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ പോയിക്കോളാം. കുറെ സമയമായല്ലോ, ഞങ്ങൾക്ക് ട്രിപ്പ് ഓടണ്ടേ? ഞങ്ങൾക്ക് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് അരി വാങ്ങിക്കുന്നത്. അണ്ണ ഞാനൊരു കാര്യം ചോദിച്ചോളാം. സത്യം പറഞ്ഞാൽ ഞാൻ ഈ സ്റ്റാൻഡിൽ വന്നപ്പോ തൊട്ട് കേൾക്കുന്ന ഒരു ഒറ്റ ശബ്ദമേ ഉള്ളൂ, ഒറ്റക്കൊമ്പൻ രാജു എന്ന് പറഞ്ഞോണ്ട് ഒറ്റ ശബ്ദം. അതിനത് അതാണോ ശൗര്യം വിട്ടേ? ശൗര്യം വരുന്നത് ഒറ്റക്കൊമ്പൻ രാജു. അണ്ണ ഭയങ്കര സംഭവമല്ലേ അണ്ണ? ഞാൻ അണ്ണൻ കുറെ വർഷമായി പരിപാടി തുടങ്ങിയിട്ട്. ഒരുപാട് നാളാണ് ആണല്ലേ? അണ്ണ ഞാൻ ഒരു കാര്യം ചോദിച്ചേട്ടാ, അണ്ണൻ ഈ പാലക്കാടൊക്കെ ഉള്ള ഈ മാളത്തിനകത്തൂടെ പോയിട്ടുണ്ടോ? മാളത്തിൽ കയറാൻ ഞാൻ തരാം പാമ്പ. ഇത് മാളമല്ല, തുരങ്കം എന്ന് പറയണം. മനസ്സിലായോ? തുരങ്കത്തിനകത്തോട്ടൊക്കെ പോയിട്ടുണ്ടോ? പിന്നെ ഒരുപാട് ഓടിച്ചിട്ടുണ്ട്. ഞാൻ തന്നെ വണ്ടി ഓടിച്ചൊരു തുരങ്കം സൃഷ്ടിച്ചിട്ടുണ്ട്, ഒരു പാറ കൊണ്ടിടിച്ചിട്ട്. ഇതിനകത്ത് ലൈസൻസ് കണ്ടായി പോയി. ലൈസൻസ് ഞാൻ എടുത്തെങ്ങനെ അറിയാമോ? ഇല്ല, എങ്ങനെ എടുത്തത്? എടാ ലൈസൻസ് എടുക്കാൻ വേണ്ടി ലേണൻസ് എടുക്കാൻ പോകില്ല എല്ലാരും? ഇല്ലേ? നീ എടുത്തിട്ടില്ലേ? എവിടെ പാർട്ടി ഓഫീസിൽ പോകൂലേ? പോകൂലേ? പോടാ വായി നോക്കി മാപ്പളം തന്നെ. ആർടി ഓഫീസർ ഞാൻ ചെല്ലുമ്പോ ലേണേഴ്സ് എടുക്കാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് അവിടെ നല്ല ക്യൂ ഉണ്ട്, വണ്ടികൾ ഇങ്ങനെ നിരന്ന് കിടപ്പുണ്ട്. ഈ സമയത്താണ് ആർടി ഓഫീസറുടെ വണ്ടി വരുന്നത്. ആർക്കും മുമ്പ് കിടക്കുന്ന വണ്ടി എടുത്ത് മാറ്റാൻ കഴിയുന്നില്ല. ലേണേഴ്സ് എടുക്കാൻ പോയ ഒറ്റക്കൊമ്പൻ രാജു ആ വണ്ടി മാറ്റാൻ പറ്റാത്ത വണ്ടി എടുത്ത് കമ്പിയുടെ കൂടെ മാറ്റി കൊടുത്തു. പറത്തി കളഞ്ഞാ. അതുകൊണ്ട് ആർടി ഓഫീസർ വണ്ടി എടുത്ത് പാർക്ക് ചെയ്യാൻ പറ്റി. അപ്പൊ തന്നെ എഴുതി തന്നു ലൈസൻസ്. അതാണ് എവിടെ പൊന്നെ കൊണ്ട് പോടാ ലൈസൻസ് എഴുതി കൈ തന്നു. പറത്തി കളഞ്ഞില്ലേ? അതാണ് ഞാനതിൽ ആലോചിക്കുന്നത്. അണ്ണൻ എങ്ങനെ ഈ കമ്പിയുടെ ഇടയിൽ കൂടെ എല്ലാം കൂടെ വണ്ടിയെ ഇരിപ്പിക്കാതെ കൊണ്ടുപോയെന്നുള്ള? നമ്മൾ ലൈനിലൂടെ നോക്കണം, ലൈനിൽ കൂടെ നോക്കണം, ലൈനിൽ നോക്കി വണ്ടി ഓടിച്ചാൽ ഒരു കുഴപ്പമുണ്ടാവും. അതൊക്കെ ചുമ്മാ പറയുന്നത്. ലൈനെ നോക്കി വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ എന്നിട്ടാണല്ലോ എന്റെ അച്ഛൻ്റെ അനിയൻ വണ്ടി കൊണ്ട് ഒരു മരത്തെ കൊണ്ട് ഇടിച്ചു പോയി. സത്യമായിട്ട് എന്റെ അണ്ണാ ഞാൻ പറഞ്ഞുതരാം. എന്റെ അച്ഛന്റെ ചേട്ടൻ എന്നാന്ന് വെച്ചാൽ കുഴപ്പമെന്ന് വെച്ചാൽ പുള്ളിക്ക് ഈ ഇടത്തെ കണ്ണിന് ചെറിയൊരു മങ്ങലുണ്ട്. പുള്ളി ഇങ്ങനെ ബസ് ഓടിച്ചോണ്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് വലതുവശത്തൂടെ പുള്ളിയുടെ ലൈൻ ഇങ്ങനെ വരുന്ന കണ്ടു. അപ്പൊ ഈ ലൈനെ കണ്ടോണ്ട് പുള്ളി വലത്തെ കണ്ണടിച്ച് സൈറ്റ് അടിച്ച് തന്നെ കണ്ണിന് ഇരുട്ട് കയറിയിട്ട് ഒരു പ്ലാവെ ചെന്നൊരു ഒറ്റയിടി അച്ഛൻ ആ നേരം കൊണ്ട് പണിയുന്നതാണ്. അപ്പൊ ലൈനെ നോക്കി വണ്ടി ഓടിച്ചാൽ അപകടം ഉണ്ടാവില്ല എന്ന് പറയരുത്. ദൈവമേ, ഈ പെണ്ണുമ്പിള്ള നിങ്ങൾ എവിടെ പോയി കിടക്കുമായിരുന്നു? മറ്റുള്ള വണ്ടിക്കാരെന്നെ പറഞ്ഞോണ്ടിരിക്കുമെന്നറിയോ നിങ്ങൾക്ക്? സാറിന് ഇതൊക്കെ പറയാൻ ഞാൻ എപ്പോഴാന്നറിയാം ഉറക്കണിക്കുന്നത്. വെളുപ്പിന് 4 മണിയാകുമ്പോ ഉറക്കണിച്ച് ഭർത്താവിന്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് പിള്ളേരെ കുളിപ്പിച്ച് ആഹാരം കൊടുത്ത് സ്കൂളിലേക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് വീട്ടിലെ അമ്മയും അച്ഛനോട് അവർക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് വീട് തൂത്ത് തുണി നനച്ച് കുളിച്ച് മേക്കപ്പും ചെയ്തിട്ട് വേണ്ടേ സാറേ ഇങ്ങോട്ട് വരാൻ? ശരി, ഈ മേക്കപ്പ് ചെയ്യാൻ എടുക്കുന്ന സമയമാണ് ഇത്ര നേരവും. അത് കൊള്ളാം. സാറിന് ഇത് പറയാം. സാറിനെ വളയം പിടിച്ചോണ്ടിരുന്ന ആ കണ്ണാടിയുടെ ഫ്രണ്ടിൽ കൂടെ അങ്ങനെ ഓട്ടിച്ചു പോയാ മതി. എനിക്കാണെങ്കിൽ ഇതിനകത്ത് നല്ല കോളേജ് പിള്ളേർ വരും, അവന്മാരെ എന്റെ മുഖത്ത് നോക്കും. അതുകൂടാതെ ഓഫീസിലുള്ള സാറുമാര് കയറുവേ, ഇവരെല്ലാരെയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ഓടിക്കൊണ്ട് നടക്കുമ്പോ ഇവരെന്റെ മുഖത്ത് നോക്കുമ്പോ ഇച്ചിരി വൃത്തിയും വിനയൊക്കെ വേണ്ടേ സാറേ? ഇന്ന് ഞാൻ മേക്കപ്പ് ഇട്ടപ്പോ എങ്ങനെയുണ്ട്? ഗ്ലാമർ അല്ലേ? അതന്നെ. നമ്മൾ ആദ്യമായിട്ടാ കാണുന്നുണ്ടെങ്കിലും ഞാൻ ഇന്ന് വരെയും ഈ ബസ്സിൽ പോയി ഇതുപോലെ ഒരു കിടുക്കൻ ഒരു പെങ്കൊച്ചിനെ ഞാൻ കണ്ടിട്ടില്ല. വണ്ടി എടുത്തോണ്ട് പോ.
എന്തെങ്കിലും ദേഷ്യം വരും. ഏകദേശം വളയുന്ന സാധനം അത്. അയ്യോ, എന്താ ദേ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ പുതിയായിട്ട് വരുന്ന പെണ്ണാന്ന് അതിന്റെ ഭാഗ്യം. മൂന്നാറ് പോകുന്ന വഴിക്ക് ഒന്ന് കറക്കി എടുത്തിട്ട് എവിടെ എവിടെ നാളെ വരുമ്പോ നമ്പർ ഞാൻ തരാം. ആളെവിടെ? വേണ്ട നിൽക്കുന്നത് മതി, കണ്ണെടുത്ത് അകത്തിട്ട്. നീ എന്താ പറഞ്ഞ നമ്പര്? നമ്പർ ഞാൻ നാളത്തെ കൊണ്ട് തരാം. നിനക്ക് വേണേ അവളെ നമ്പർ ഞാൻ തരാടാ. അണ്ണന്റെ സെറ്റപ്പ് വരുന്നത്. എന്റെ കെട്ടിയുള്ളടാ അത്. അയ്യോ, നീ മൂന്നാർ റൂട്ടാണ് പോണത്, ആ സൂക്ഷിച്ചൊക്കെ പോണം. എന്റെ പൊന്നു ചേട്ടാ, ഞാൻ ആദ്യമായിട്ട് പോകുന്ന റൂട്ടൊന്നും അല്ലല്ലോ. നീ ആദ്യമായിട്ടല്ലായിരിക്കും പോണത്, പക്ഷെ നിന്നെ റൂട്ട് അടിക്കാൻ വേണ്ടി ചില റൂട്ട്. എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ. ഈ ചേച്ചിയുടെ ദേഹത്ത് ഒരു തരി മണ്ണ് വീഴാൻ ഞാൻ സമ്മതിക്കില്ല. പൊന്നു പോലെ ഞാൻ നോക്കിക്കോളാം, ഒരു കുഴപ്പമില്ല. നീ നോക്കേണ്ട കാര്യമില്ല, അവരെ എങ്ങനെ നോക്കണം എന്നുള്ളത്. അല്ല ശരി, എന്താ പറയുക? ആ, നീ വണ്ടി എടുത്ത് പോ, നോക്ക്. നിങ്ങൾ എന്ത് പരിപാടി കാണിച്ചു? നിങ്ങൾ കാരണം ഞാൻ എന്തൊക്കെ വഴക്ക് കേട്ടെന്നറിയോ? ഭാര്യ ഭർത്താവ് കൂടെ ഓരോ പരിപാടി കാണിച്ചു വെച്ചിട്ട് ഞാൻ ഇവിടെ സർക്കാർ ഉദ്യോഗസ്ഥർ ഇവിടെ കിടന്നുകൊണ്ട് വഴക്ക് കേൾക്കുന്നത്. അല്ല, ഞാൻ ഈ വൈകി വരാൻ കാരണം ഈ ഒറ്റ ഒരു മനുഷ്യൻ കാരണം. ഞാൻ എന്ത് ഞാൻ ഇന്നലെ രാത്രി ചപ്പാത്തി ഉണ്ടാക്കി വെക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾ അതിന് സമ്മതിച്ചില്ല. നീ ചപ്പാത്തി ഉണ്ടാക്കിയോ? ചപ്പാത്തി ഉണ്ടാക്കിയില്ല. ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിട്ട് വേണ്ടെന്ന് പറഞ്ഞപ്പോ പിന്നെ പറഞ്ഞു ഇഡലിയും ചമ്മന്തിയും മതി എന്ന്. എന്നിട്ട് ഇഡലി ഉണ്ടാക്കിയോ? ഇഡലി ഉണ്ടാക്കാൻ പറ്റിയില്ല. ഇഡലി ഉണ്ടാക്കാൻ പോയപ്പോഴത്തേക്ക് പറഞ്ഞു എനിക്ക് ദോശയും ചമ്മന്തിയും മതി. എന്നിട്ട് ദോശ ഉണ്ടാക്കിയോ? എന്നിട്ട് ഞാൻ ദോശയ്ക്ക് മാവ് കലക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് പറഞ്ഞത് എനിക്ക് കഞ്ഞി മതി. എന്നിട്ട് നീ കഞ്ഞി ഉണ്ടാക്കിയോ? കഞ്ഞി ഉണ്ടാക്കാൻ പോയപ്പോ അല്ലേ പറഞ്ഞു നിങ്ങൾ ഇനി ഒന്നും വേണ്ട, ഞാൻ കടയിൽ നിന്ന് കഴിച്ചോളാന്ന്. ഞാൻ കടന്ന് കഴിച്ചിട്ടൊന്നും. എന്റെ അമ്മ എന്നെ മണ്ടത്തെ കാണിച്ചത്. നിങ്ങൾ കാണിച്ചത് എന്തൊക്കെ പരിപാടി കാണിക്കുന്നത്? നിങ്ങൾക്ക് നേരം വെളുത്ത് എഴുന്നേറ്റ് ആ കടയിൽ പോയി തിരുവായിരുന്നുണ്ടെങ്കിൽ ഈ ചേച്ചിക്ക് നേരത്തെ ജോലിക്ക് കയറാൻ മേലായിരുന്നു. അത് ശരിയാ. എടാ, എവളുണ്ടാക്കണ വായി വെച്ച് തിന്നാൻ പറ്റണ്ടേടാ. അയ്യേ, അപ്പൊ ഇന്നലെ ഉച്ചക്ക് നമ്മൾ എന്താ വളിച്ച മീൻകറി ചേച്ചി ഉണ്ടാക്കിയതാണോ? മൊത്തം വെട്ടി വിഴുങ്ങിയാ ചേച്ചിയുടെ വളിച്ച മീൻ മിണ്ടുകരുത്. ഈ മനുഷ്യനെ 12 വർഷങ്ങൾക്ക് മുന്നേ എന്റെ ബാക്കിൽ നിന്ന് നടന്ന് എന്നെ കെട്ടോളൂ, എന്റെ കൂടെ ജീവിക്കുള്ളൂ, ഞാൻ ഉണ്ടാക്കണതേ തിന്നോളൂ എന്നും പറഞ്ഞ് നടന്ന മനുഷ്യനാ. കൊച്ചുനാളില് നമ്മൾ മുട്ടായി കഴിക്കുമ്പോ വയസ്സാവുമ്പോ പുഴുപ്പല്ലൂർ നമുക്ക് അറിയാൻ പറ്റുമോ? ചേച്ചിയെ പറഞ്ഞതൊരു സംഭവം മനസ്സിലായോ? ചേച്ചിക്ക് വായി മുഴുവൻ പുഴുപ്പല്ല. ¡Ah! ഞാൻ പുഴുപ്പില്ലേ? അപ്പോഴേ എന്റെ മമ്മി പറഞ്ഞതാ ഈ ബന്ധം വേണ്ട വേണ്ട വേണ്ടെന്ന്. നിന്റെ മമ്മിയെ കുറിച്ച് പറയരുത്. ഇവളെ മമ്മി ആരെന്നറിയാമോ? ഇവളെ പ്രേമിക്കുന്ന സമയത്ത് ഞാൻ ഇവളെ മമ്മിയെ കാണാൻ വേണ്ടി ഒരു ദിവസം അവളെ വീട്ടിൽ ചെന്നു. അപ്പൊ ഒരു കിളട്ട് കിളവി അടുപ്പ് കല്ലിന്റെ മേലെ കാലിന്റെ ഇങ്ങനെ വെച്ചിട്ട് ഉച്ചയിൽ കെട്ടി ഇങ്ങനെ ഇരുന്നിട്ട് ഒരു മുറിബീടി മത്സ്യം ഇങ്ങനെ ഇരിക്കുന്നത്. അതാണ് മമ്മി. നിങ്ങൾ ഇങ്ങനെ തന്നെ പറയണം. നിങ്ങൾ ചോദിക്കുമ്പോഴേ എന്റെ മമ്മി ഉള്ളതുകൊണ്ടാ എണ്ണി 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 അങ്ങോട്ട് തരുന്നത്. അതെന്റെ മിടുക്കൂടടി, അതെന്റെ മിടുക്കൂടടി. എടാ, ഞാനൊരു ദിവസം വണ്ടി ഓടിച്ചോണ്ട് പോകുമ്പോ ഇവിടെ തന്റെ മുമ്പക്കരെ വന്നു വണ്ടി ഇടിച്ചെന്നു. അയ്യോ, എന്റെ ഭാഗ്യം തൊടുത്തിട്ട് ഞാൻ മനുഷ്യൻ കിഞ്ഞു പോയി. അതിന് ക്ലെയിം കിട്ടിയ പൈസക്കാണ് ഈ കളവി അവള് ജീവിക്കണത്. അപ്പൊ എനിക്കല്ല ആവശ്യമില്ലേ? തീർച്ചയായിട്ടും പുള്ളിയും കൂടെ അധ്വാനിച്ച് പണിയെടുത്തതിനകത്ത് പുള്ളിക്ക് മേടിക്കാൻ നിനക്ക് അങ്ങനെ ക്ലെയിം കിട്ടിട്ടാ? അയ്യോ, ഞാനൊരു 3-4 പ്രാവശ്യം ട്യൂൺ ചെയ്തായിരുന്നു. പുള്ളി എന്റെ വണ്ടിയുടെ നിഴല് കാണാൻ നേരത്തെ കണ്ടപിടി ഇറങ്ങി ഓടും. എന്റെ കയ്യിൽ അതെ അതെ, എനിക്ക് ഇത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ച് എന്നെ അപമാനിച്ച സ്ഥിതിക്ക് ഇനി എനിക്ക് നിങ്ങളെ കൂടെ ജീവിക്കണ്ട. അല്ലല്ലേ, ചങ്ങലയൊക്കെ ഒന്ന് പറയണ്ടല്ലേ നമുക്ക്. നിന്റെ ഈ തർക്കം പ്രൈവറ്റ് ബസ്സും ട്രാൻസ്പോർട്ട് ബസ്സും തമ്മിലുള്ള തർക്കമായി മാറുകയാണത്. ഡിവോഴ്സ് വേണം, നിവർത്തിയില്ല. ഡിവോഴ്സ് വേണം എനിക്ക്. നീ അങ്ങനെ ഡിവോഴ്സിന് വേണ്ടി പറയല്ലേ? എന്റെ ചേട്ടാ, ഇത്രയും അഹങ്കാരം പിടിച്ച് നടക്കണ ഈ പെണ്ണുമ്പുള്ളേനൊക്കെ എന്തിനേട്ടാ കൊണ്ടു കിടക്കണം? അങ്ങ് ഡിവോഴ്സ് കൊടുക്കേട്ടാ. ഡിവോഴ്സ് കൊടുക്കാനോ? ഞങ്ങളുടെ ചേച്ചിക്ക് ഡിവോഴ്സ് കൊടുക്കാനോ? ചേച്ചി ഇങ്ങോട്ട് വന്നൊരു കാര്യം പറഞ്ഞു. ചേച്ചിക്ക് നാണമില്ലേ ഇതുപോലെ ഒരു കിടകനെ കൊണ്ട് നടക്കാൻ വേണ്ടി? നല്ല നല്ല ചുറുചുറപ്പുള്ള ആമ്പുള്ള ഈ നാട്ടിൽ വേറെ ഉണ്ട്. ഈ പുള്ളിനെ ഡിവോഴ്സ് ചെയ്യാൻ കൂടി ചേച്ചി. അല്ല പിന്നെ ഞാൻ ഈ പ്രശ്നം ഒന്ന് സോൾവ് ചോദിച്ചോ. ഞങ്ങളുടെ കുടുംബ പ്രശ്നത്തിൽ ഇടപെടാൻ നീ ആരടി? ആഹാ ചേച്ചി, ഞാൻ ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയതല്ല ഈ ചേട്ടനെ. ഡെയിലി ചേട്ടൻ വണ്ടി ഓടിക്കുമ്പോ ചേട്ടന്റെ വാമഭാഗത്തിരുന്ന് പോകുന്ന പെൺകുട്ടിയാ ഞാൻ. അയ്യേ, ഈ ആമവാദം പിടിച്ചവനെയൊക്കെയാണോ നിങ്ങൾ നോക്കുന്നത്? നാണമില്ല പെണ്ണെ നിങ്ങൾക്ക്? ബോധമില്ലാത്തവരെ ആമവാദമല്ല, വാമഭാഗം, അതായത് ഇടത് സൈഡ്. ഇടത് സൈഡിൽ യാത്ര ചെയ്യുന്ന ഈ പെണ്ണാണെന്ന്. അതെ, ആ നീണ്ട സീറ്റിൽ നിവർന്നിരുന്ന് യാത്ര ചെയ്യുന്ന ഒരേ ഒരു പെൺകുട്ടി ഞാൻ മാത്രമാണ്. അത് ശരി. എന്നിട്ട് പറഞ്ഞു തരാം. ചേട്ടന്റെ ആ ഗിയറൊക്കെ അങ്ങോട്ട് മാറ്റുന്ന സ്റ്റൈല് എന്റെ പൊന്നെ എനിക്ക് ആലോചിക്കാൻ വയ്യ. അത് മാത്രമല്ല, ഞങ്ങളുടെ കോളേജിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ചേട്ടനാ. ചേട്ടന്റെ കൊമ്പ മീശ, അതിന്റെ ബിഗ് ഫാനാ ഞാൻ. എന്റെ പ്രൈവറ്റ് ബസ്സിലെ യാത്രക്കാർ തല്ലിയുണ്ടല്ലേ? വണ്ടി പോകത്തില്ല. KSRTC ബസ്സും പ്രൈവറ്റ് സമരം സമരം എന്ന്
വണ്ടി പോകുന്നില്ല എന്തായാലും ശരി, എനിക്ക് ഡിവോഴ്സ് ആണ്, ഇങ്ങനെ കൂടെ ജീവിക്കാൻ പറ്റത്തില്ല. ഞാൻ പറയാം. അവര് ഭാര്യയും ഭർത്താവും തമ്മിൽ പല പ്രശ്നവും കാണും. അത് അവര് തമ്മിൽ തീർത്തോളും. അതിന്റെ ഇടയ്ക്ക് ഇപ്പൊ ആരും വലിഞ്ഞു കയറി വരണ്ട. ചേട്ടാ, ഇത്രയും സുന്ദരനായിട്ടുള്ള ചേട്ടന് ഈ പെണ്ണുമ്പിള്ളേരെ ആവശ്യമൊന്നുമില്ല. ചേച്ചി ഡിവോഴ്സ് ചേച്ചി, നാണമില്ല ചേച്ചി. നമുക്ക് നമ്മുടെ വണ്ടി എടുത്തിട്ട് പോവാം. എന്തൊരു കഷ്ടമുണ്ട് മനുഷ്യൻ. നിങ്ങൾ തുടങ്ങിയ 12 വർഷം നിങ്ങൾ എന്റെ ബാക്കി നടന്നല്ലേ. 2 പിള്ളേരോ, ഇതോ 2 പിള്ളേരായി. എന്നിട്ട് നിങ്ങൾക്ക് മര്യാദക്ക് ജീവിക്കണമെന്നുണ്ടോ? ഞാൻ മര്യാദയ്ക്ക് ജീവിക്കണം. നീ എന്നെ തള്ളി പറഞ്ഞപ്പോ ഏതോ ഒരു പെൺകുട്ടി വന്ന് എന്റെ സപ്പോർട്ട് എത്രയുള്ള കാര്യം. നാണമില്ല ചേച്ചി. ഡിവോഴ്സ് ചേച്ചി അങ്ങോട്ട്. നല്ല പിന്നെ അവളെ കൈവിടറാം. എന്റെ ചേച്ചിയെ പിടിക്കാനോ നീ ആറാ? എന്റെ ചേച്ചിയെ നിന്നോട് അഭിനോദം ചെയ്തിരിക്കുന്നു. അമ്മേ, അച്ഛാ, നിങ്ങൾ എങ്ങനെ വഴക്ക് കൂടല്ലേ? ഇത് നല്ലൊരു ദിവസമായിട്ട് നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി അല്ലേ? അത് ശരി. അപ്പൊ നിങ്ങളെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അമ്മേനെ കേക്ക് മേടിക്കാൻ ഇറങ്ങിയതുകൊണ്ടാ താമസിച്ചേ. എന്റെ ചേട്ടാ, എന്നിട്ടാണ് നിങ്ങൾ ഇങ്ങനെ തമ്മിലടിക്കുന്നത്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, എല്ലാം കളഞ്ഞ് ഇനി കേക്ക് മുറിച്ചിട്ട് ബാക്കി കാര്യം. പിന്നെ അവനാട്ടെ, അത് കഴിച്ചിട്ട് വണ്ടി എടുക്കാം. എന്റെ കാര്യം കേക്ക് മുറിക്കാൻ കൊണ്ട് കേക്കെത്തി മുറിക്കാൻ കൊണ്ട് മുറിക്ക് അതെ മുറുക്കി മുറിക്ക്. ടുട്ടു, അമ്മയ്ക്ക് അച്ഛന് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി പറ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി അച്ഛാമ്മ. ആഘോഷം കേക്ക് മുറിയൊക്കെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലോട്ട് ചെന്നിട്ടാക്കെ. എനിക്ക് ആഘോഷിക്കാനുള്ള ഒരു വകുപ്പ് കിട്ടിയിട്ടുണ്ടെന്ന്. എന്താ കാര്യം? എന്റെ ഭാര്യയുടെ അച്ഛൻ പഞ്ചായത്തിൽ പോകാൻ വേണ്ടി റോട്ടിൽ ഇറങ്ങിയിട്ടുണ്ടെന്ന്. അതുകൊണ്ട് ഇപ്പൊ വിടുവാണ് മറ്റേ കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാക്കാം. എന്തിന്? കൈമ